ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ക്ലൗഡ് 9 എന്ന ചാപ്റ്ററിലെ ആദ്യ ചാപ്റ്റർ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്, അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ്സ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് ടോട്ടോച്ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്? ടോട്ടോച്ചാന് ട്രിപ്പിന് പോകാൻ സമ്മതിച്ചൂലേ അമ്മ? അതെന്താണ് അതിന് റീസൺ? ടോട്ടോച്ചാൻസ് മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് എ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് ഡിസൈഡഡ് ടു ലെറ്റ് ടോട്ടോച്ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്. ടോട്ടോച്ചാൻ്റെ അമ്മയ്ക്ക് ഓൾറെഡി ഹെഡ് മാസ്റ്ററിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ടോട്ടോച്ചാന് ട്രിപ്പിന് പോകാൻ അവർ സമ്മതിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? കുട്ടികളെല്ലാം നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു. എന്തുകൊണ്ട്? ആൻസർ, the headmaster told the children that they were traveling by train and by ship and he did not want the instructions and were amazingly well behaved. Okay, അപ്പോൾ ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞിരുന്നു അവർ ട്രെയിനിലല്ല, അവർ ബൈ ട്രാവലിംഗ് ട്രെയിനിലും ഷിപ്പിലുമാണ് പോകുന്നത്, അതുകൊണ്ട് വെൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് കുട്ടികൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് were the values cultivated by the students at Tomo? Answer, the school life had instilled into them the basics of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter wherever they found it and never annoyed or disturbed others. അപ്പോൾ ഈ കുട്ടികൾ, ഈ ടോമോയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആക്ച്വലി അവർ ഡീസൻസി ഉള്ള കുട്ടികളായിരുന്നു, ഗുഡ് ബിഹേവിയർ ഉള്ള കുട്ടികളായിരുന്നു, മറ്റുള്ളവരെ കളിയാക്കിയില്ല, അതുപോലെ മോശമുള്ള ബിഹേവിയർ ഇല്ല. എവിടെയെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് കണ്ടാൽ അവരത് എന്ത് ചെയ്യുമായിരുന്നു? പെറുക്കി കളയുമായിരുന്നു. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. ഓക്കെ, അങ്ങനത്തെ കുട്ടികളായിരുന്നു കേട്ടോ. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? സീയിൽ കാണുന്ന ഈ ഹോട്ട് സ്പ്രിംഗ് അത്ര പെട്ടെന്ന് കാണുന്ന, യൂഷ്വലി കാണുന്നൊന്നല്ല, അൺയൂഷ്വൽ ആണ്. എന്തുകൊണ്ട്? ദ ഹോട്ട് സ്പ്രിങ്സ് ഇൻ ദ സീ വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. ഇഫ് യു ക്രൗച്ച്ഡ് ഡൗൺ ദ ഹോട്ട് സ്പ്രിംഗ്, ദ ഹോട്ട് വാട്ടർ കെയിം അപ്പ് ടു യുവർ നെക്ക്. സോ ദ ഹോട്ട് സ്പ്രിങ്സ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദി സ്റ്റേ അറ്റ് ദ സ്പാ എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ? ആൻസർ, the children bathed in the hot spring. There was a forest full of cicadas and a shop where they could buy popsicles, and they met a man on the beach who was building a big wooden boat. So the stay at the spa was a real life experience. അടുത്ത ക്വസ്റ്റ്യൻ, why did the photo session take a very long time? ഫോട്ടോ സെഷൻ വെരി ലോങ് ടൈം ആയത് എന്തുകൊണ്ടെന്നാണ്? ബിക്കോസ് വെൻ ദ ഹെഡ് മാസ്റ്റർ ഈസ് റെഡി വിത്ത് ഹിസ് ക്യാമറ, സംവൺ വെന്റ് ടു ടോയ്ലറ്റ്, സം ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് ബിക്കോസ് ഓഫ് ടയർഡ്നെസ്, ഗെറ്റിംഗ് എവറിബഡി റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ് വാസ് എ ബിഗ് പ്രോബ്ലം, സോ ദ ഫോട്ടോ സെഷൻ ടുക്ക് എ വെരി ലോങ് ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടോച്ചാൻ നെവർ ഫർഗെറ്റ് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. കമൻറ്റ്. എന്തുകൊണ്ടാണ്? Totochan never forget the first summer vacation because they took so many photographs with sea background. It is a treasure to each of them. The memories of swimming in the hot spring and staying in the spa will flood back. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.